മഹിളാ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെറും പോഷക സംഘടനയല്ല. സംസ്ഥാനമൊട്ടാകെ ജാഥ നടത്തി പോലീസുകാരുടെ തൊപ്പി തെറിപ്പിക്കാൻ കഷ്ടപ്പെട്ട ബിന്ദു കൃഷ്ണ നയിക്കുന്നത് കൊണ്ട് തന്നെ VM സുധീരന് പ്രതീക്ഷകൾ ഏറെയാണ്. ഇനിയുള്ള കാലം മോദി സർക്കാരിനെതിരായ പോരാട്ടത്തിന് ക്ഷണിക്കാനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൂടുതൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യാനും അതുകൊണ്ട് തന്നെ സുധീരന് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള ബിന്ദു കൃഷ്ണ, അഖിലേന്ത്യാ ഉപാധ്യക്ഷ ബിന്ദു കൃഷ്ണ, പ്രിയപ്പെട്ട ബിന്ദു, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ബിന്ദു. ഇന്നലകളിലെ മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും KPCCയുടെ നിർലോഭമായ സഹകരണങ്ങൾ, എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും നിർലോഭമായ സഹകരണങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ സ്വതന്ത്രമായ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്നതിന് കേരളത്തിലെ മഹിളാ കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരിക്കലും വിലക്കിയിട്ടില്ല. അത്തരത്തിലുള്ള വിലക്കുകളുടെയും വിലങ്ങുകളുടെയും ഒന്നും ഇടയില്ലാതെ, ബന്ധനങ്ങളില്ലാതെ മഹിളാ കോൺഗ്രസ് വനിതകൾക്ക് വേണ്ടിയും ഒപ്പം തന്നെ കേവലം വനിതാ പ്രവർത്തനം മാത്രമായി മഹിളകൾ ഒതുങ്ങണമെന്ന സങ്കുചിത വീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും, ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സംഘടനയായി മഹിളാ കോൺഗ്രസിന് മാറുവാൻ കേരളത്തിലെ കോൺഗ്രസ് പകർന്നു നൽകുന്ന ആത്മാർത്ഥമായ ധാർമ്മിക പിന്തുണയുടെ പിൻബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് എവിടെ ചെന്നാലും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് ഘടകവും വളരെ വളരെ സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നാറുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പോഷക സംഘടനയാണെങ്കിലും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ, സ്വതന്ത്രമായ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഇടപെടാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയാണ്, സ്ഥിതിസമത്വമാണ്, ശാക്തീകരണമാണ്. അതുപോലെ തന്നെ അംഗീകരിക്കപ്പെട്ട ആശയ സംഹിതകളുണ്ട്. ജനാധിപത്യ മതേതരത്വ ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മതസൗഹാർദ്ദം അതിൻ്റെ ഉത്കൃഷ്ടമായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് മതേതരത്വ ഭാരതം, സ്വതന്ത്ര ഭാരതം, മതേതരത്വ ഭാരതം, ജനാധിപത്യ ഭാരതം എന്ന മഹത്തായ ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെതായ ചുമതലകൾ, കാരണം താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരത്തിലേക്ക് ജനങ്ങളെ ഒന്നിനു പിറകെ മറ്റൊന്നായി തള്ളിവിടുന്ന ഈ സ്ഥിതിവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ സഹോദരിമാരാണ്, വീട്ടമ്മമാരാണ്. അവർക്കെതിരായിട്ടുള്ള ഈ മോഡി സർക്കാരിൻ്റെ നയം അക്ഷരാർത്ഥത്തിൽ മോഡിസം എന്ന് പറഞ്ഞാൽ സാഡിസമാണ് എന്ന് കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് സമരത്തിന് സജ്ജരാകുക. അടുത്ത തവണ നമ്മുടെ ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഹിളാ കോൺഗ്രസിന് കൂടുതൽ വിപുലമായ, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം.
ഞാൻ അടിവരയിട്ട് പറയുകയാണ്, മഹിളാ കോൺഗ്രസിന് കൂടുതൽ ബാധ്യതയല്ല, മഹിളാ കോൺഗ്രസിന് കൂടുതൽ കരുത്തോടു കൂടിയ ഒരു മഹിളാ കോൺഗ്രസ് പറയുന്നത് അത് ന്യായമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും അതിനാവശ്യമായ അതിൻ്റെ സർവ നടപടികളിലും മഹിളാ കോൺഗ്രസിന് അതിൻ്റേതായ ഒരു ക്ലിയർ റോൾ, വ്യക്തമായ ഒരു പങ്കാളിത്തം അതുണ്ടാകും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥി നിർണയം അത് പൂർണ്ണമായും ജയസാധ്യത മെറിറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മഹിളാ കോൺഗ്രസിന് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെടുക്കുന്ന നിലപാട് ജയസാധ്യത, ജനങ്ങളുടെ സ്വീകാര്യത, അത് നമുക്ക് സത്യസന്ധമായി അത് വിലയിരുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അത് മഹിളാ കോൺഗ്രസ് ആയാലും അല്ലാത്ത കോൺഗ്രസ് ആയാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുവായ ഒരു നിലപാട് അതുതന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അതേ നമുക്ക് മുന്നോട്ട് പോകാനാവും. അതുപോലെ തന്നെ പാർട്ടി പുനഃസംഘടനയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന നിലപാട്, അതിൻ്റെ രൂപരേഖ അന്തിമമായി തയ്യാറായിട്ടില്ല. പക്ഷേ അല്പ ദിവസങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും. അത് വരുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന മെറിറ്റ് തന്നെ ആയിരിക്കും, അല്ലാതെ ഇന്ന ആളുടെ സപ്പോർട്ടറാണ് എന്നുള്ളത്. അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ അത് എല്ലാ സംവിധാനത്തിലും ബൂത്ത് തലം മുതൽ മുകൾ തലം വരെയുള്ള, അതായത് ജില്ലാ തലം വരെയുള്ള സംവിധാനമാണല്ലോ ഉദ്ദേശിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ സുധീരൻ സമ്മതിക്കില്ല. സീറ്റ് വാഗ്ദാനം ചെയ്താൽ പിന്നെ പോരാട്ടം എപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചാൽ മതി. സുധീരൻ വാക്ക് പാലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ആനപ്രസംഗം. സത്യത്തിൽ ഇന്ന് നാട്ടാനകളുടെ പരിശീലകന്മാരായുള്ള ആനപ്പാപ്പാന്മാർക്ക് യാതൊരു പരിശീലനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് നിയമസഭകളും പാർലമെന്റും ഒക്കെ 5 വർഷമായിട്ട് അതിന്റെ കാലാവധി ഒതുക്കിയത്?